ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. ഇന്ന് അഹമ്മയും കൂടെ ഉണ്ട്. അവൾ 2 ദിവസം കൊണ്ട് സ്കൂളിൽ പോകണില്ലെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹമ്മക്കാണെങ്കിൽ 3 ദിവസം കൊണ്ട് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കൂടെ വയറുവേദനയ്ക്കെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും അവളെയും കൂടെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 മണിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞതാണ് സ്കാനിങ്ങിന്. ആ സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തിട്ടോ. പക്ഷേ ഈ ടോക്കൺ നമ്പർ 243 ആയിരുന്നു. രാവിലെ 10 മണിക്ക് എടുത്തതാണെങ്കിലും ഇത് 2 മണിയൊക്കെ ആയി സ്കാനിങ് ചെയ്തപ്പോൾ. പിന്നെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡോക്ടറെ കാണിക്കാൻ പോയി. അങ്ങനെ നമ്മൾ രണ്ടുപേരെയും കൂടെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അതിനുമാരെ സ്കാനിങ് റിപ്പോർട്ടിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെടുത്ത് സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറി ഡോക്ടറെയും കൂടെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവൾക്കിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ് കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോഴും പുതിയ ടാബ്ലറ്റ് 3 മാസം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മാർച്ചിൽ ഇതേ സ്കാനിങ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോഴും ഇതേപോലെയാണ് നിൽക്കണമെങ്കിൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ പറയാമെന്ന് പറഞ്ഞു. അതിനുമാക്ക് എന്ത് സർജറിയാണ് കഴിഞ്ഞതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നീട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഊണും കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് നല്ല ദാഹം തോന്നിയതുകൊണ്ട് ഒരു മോരും വെള്ളവും പിള്ളേർക്ക് അവിൽ മിൽക്കും വാങ്ങിച്ചു കൊടുത്തു. മക്കൾക്കാണെങ്കിൽ അവിൽ മിൽക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മൾ മോരും വെള്ളവും അവിൽ മിൽക്കൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ രാത്രി കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുക ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ.